പ്രധാനമന്ത്രി എന്നത് നമ്മുടെ രാജ്യത്ത് എപ്പോഴുമുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെയാണ്. എന്നാൽ നട്ടെല്ലുള്ള പ്രധാനമന്ത്രി ഉണ്ടാകുന്നതാണ് രാജ്യത്തിൻ്റെ അഭിമാനം. ആ അഭിമാനമാണ് ഇന്നലെ കളങ്കപ്പെട്ടു പോയത്. ഇതൊരിക്കൽ കൂടി രാജ്യം ചർച്ച ചെയ്ത ദിവസം കൂടിയാണ് ഇന്നലെ. കാരണം നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യക്കാരെ നാടുകടത്തിയ അമേരിക്കയോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുകയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ജനങ്ങൾ ഏറ്റവും അധികം ചോദിച്ച ചോദ്യമാണ്, ഇന്ദിരാഗാന്ധിയുടെ ഒരു രോമത്തിന് മതിയോ നരേന്ദ്രമോദി എന്ന്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയപ്പോൾ ഒരു BJP-കാരൻ്റെയും രക്തം ഇവിടെ തിളച്ചു കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി എന്തോ പ്രസംഗിച്ചപ്പോൾ കൂക്കി വിളിച്ച ഒരു BJP-കാരൻ്റെയും നാവ് ഇന്നലെ പൊങ്ങിക്കണ്ടിട്ടില്ല. ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക കന്നുകാലികളെ പോലും കഷ്ടത്തിൽ നാടുകടത്തിയപ്പോൾ BJP-ക്കും നരേന്ദ്രമോദിക്കും ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇന്ദിരയുടെ പിന്മുറക്കാർ ഇവിടെ ഏറ്റെടുക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. PCCകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് പ്രതിഷേധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി അമേരിക്ക നാടുകടത്തിയെന്നാരോപിച്ച് പാർലമെന്റിൽ ഇന്നലെ ശക്തമായ പ്രതിഷേധം ഉയരുന്നത് നമ്മൾ കണ്ടു. ആ ബഹളം കാരണം രാജ്യസഭയും ലോകസഭയും ആദ്യഘട്ടത്തിൽ നിർത്തിവയ്ക്കേണ്ടി വന്നു. തുടർന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ വിശദീകരണം നൽകിയെങ്കിലും തൃപ്തരാകാതെ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി പ്രതിഷേധമുയർത്തി. വിദേശകാര്യമന്ത്രി അമേരിക്കൻ നടപടിയെ പാർലമെന്റിൽ ന്യായീകരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും വിധത്തിലാണ് ഇന്നലെ പ്രതിഷേധമുണ്ടായത്. വെറും പ്രതിഷേധം മാത്രമല്ല, നരേന്ദ്രമോദിയെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് രാജ്യം. അതായത് നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി, ഈ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ശിരസുയർത്തിയേ നിന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യുദ്ധം തുടങ്ങും മുൻപ് ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ പ്രസിഡന്റ് നിക്സനെ പോയി കണ്ടു. നിക്സന് പൊതുവെ ഇന്ദിരാഗാന്ധിയോട് അടുപ്പമുണ്ടായിരുന്നില്ല. നേരത്തെ 1967 നിക്സൺ ഡൽഹിയിൽ ഇന്ദിരയെ കണ്ടതാണ്. ഉള്ളിലുള്ള കാര്യം മറച്ചുവെക്കുന്ന സ്വഭാവം ഇന്ത്യക്കുണ്ടായിരുന്നില്ല. കാപട്യമാണ് ഇന്ദിര ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു സംഗതി. നിക്സന്റെ സംഭാഷണം ബോറടിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ ഇന്ദിരാഗാന്ധി തന്റെ സെക്രട്ടറിയോട് ഇതിനി എത്ര നേരം നീളുമെന്ന് ഹിന്ദിയിൽ ചോദിച്ചു. ആ ഹിന്ദി ഡയലോഗ് നിക്സന് പിടികിട്ടിയില്ല എങ്കിലും അതിന്റെ ടോൺ അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. നിക്സന് പാകിസ്ഥാനോടാണ് അടുപ്പം കൂടുതലെന്ന് മനസ്സിലാക്കിയ ഇന്ദിര അവരെ ഒരു പുല്ലും വിലവെക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ 7ാം കപ്പൽപ്പടയെ തുരത്തിയോടിച്ച ഇന്ദിരാഗാന്ധി 1971 അമേരിക്കയിൽ തന്നെ നടന്ന ഒരു സർവേയിൽ ലോകത്തെ ഏറ്റവും ആരാധ്യയായ ഒരു നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതുപോലും ലോകരാഷ്ട്രങ്ങളിലെ പല തലവന്മാർക്കും പിടിച്ചില്ല. എങ്കിലും അവരുടെ മുന്നിലൂടെ വിജയശ്രീ ലാളിതയായി നടന്നു നീങ്ങിയ ഇന്ദിരയുടെ ചരിത്രം ഒന്ന് നരേന്ദ്രമോദി പഠിക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമന്ത്രിയുടെ അറിവോടെയാണ് ഇന്നലത്തെ നാടുകടത്തൽ നടന്നത് എങ്കിൽ അത് വ്യക്തമായിരിക്കുകയാണ്. നരേന്ദ്രമോദി വിശദീകരണം നൽകണം ഈ രാജ്യത്തിന്. അത് ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ്. ചില രാജ്യങ്ങളുടെ വ്യോമമേഖലയിലൂടെ പറക്കാൻ അനുമതി നിഷേധിച്ചത് കാരണം 40 മണിക്കൂർ എടുത്തുകൊണ്ടാണ് കന്നുകാലികളെ കൊണ്ടുവരുന്നത് പോലെ ഇന്ത്യയിലെ പാവം പൗരന്മാരെ അമേരിക്ക കൊണ്ടുവന്നത്. ആ വളഞ്ഞ വഴിയാണ് അമേരിക്കൻ വിമാനം അമൃത്സറിൽ എത്തിച്ചേർന്നത്. സ്ത്രീകളെ വിലങ്ങുവച്ചില്ല എന്ന വിദേശകാര്യമന്ത്രിയുടെ വാദവും തിരിച്ചെത്തിയവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കാരെ കൊണ്ടുവന്ന രീതിയിൽ വൻ അമർഷം പുകയുമ്പോഴും കേന്ദ്ര സർക്കാർ അമേരിക്കയെ പിണക്കാതെ പക്ഷം പിടിക്കുകയാണ്. എത്ര നാണക്കേടാണ് നരേന്ദ്രമോദിയുടെ കാര്യമെന്നോർക്കണം. ഇതാണ് ഈ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നെഞ്ചളവും BJP-യുടെ കപട രാജ്യസ്നേഹവും രാജ്യം നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജിവെക്കില്ല എന്നറിയാം, എങ്കിലും ഈ രാജ്യത്തോട് ഒരു മാപ്പെങ്കിലും നരേന്ദ്രമോദി പറയും എന്ന കാത്തിരിപ്പിലാണ് 140 കോടി ജനങ്ങൾ.